എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ഇയാളുടെ കാര്യം നോക്ക്. അത് പറഞ്ഞ് അവൾ മുന്നിലേക്ക് പോകാനൊരുങ്ങിയതും പീറ്റർ അവളുടെ 2 കൈയും പുറകിലാക്കി ലോക്ക് ചെയ്തു. അവളെ ഡോറിലേക്ക് ചേർത്ത് നിർത്തി. "ദീ, ഞാൻ അറിഞ്ഞൊന്ന് തന്നാ ഉണ്ടല്ലോ." അതും പറഞ്ഞ് പീറ്റർ കൈ ഡോറിലേക്ക് ആഞ്ഞിടിച്ചു. അഞ്ചു കണ്ണുകൾ ഇറുകെയടച്ചു. അവളുടെ പേടിച്ച മുഖവും വിറയ്ക്കുന്ന ചുണ്ടുകളും കണ്ടപ്പോൾ പീറ്ററിനെ സ്വയം നിയന്ത്രിച്ചു. അവളുടെ കൈ മോചിപ്പിച്ച് പീറ്റർ സ്നേഹത്തോടെ അവളെ വിളിച്ചു. "അഞ്ജു." അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയത് പോലുമില്ല. അവൻ അവളോട് ചേർന്ന് നിന്നു. അവളുടെ മുഖം പിടിച്ചുയർത്തി. ആ ഒരു നിമിഷം പീറ്ററിന് അവൻ്റെ നിയന്ത്രണം വിട്ടുപോകുമോ എന്ന് അവൻ ഭയന്നു. പീറ്റർ പറഞ്ഞു, "നിന്നെ അങ്ങനെ വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പം മോള് പോകാൻ നോക്ക്. ഇച്ചായനറിയാം എന്താ വേണ്ടതെന്ന്." അതും പറഞ്ഞ് പീറ്റർ മാറി നിന്നു. അഞ്ജു അവനെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് പോയി. "പോടി ഉണ്ടക്കണ്ണി, അവളുടെ നോട്ടം കണ്ടില്ലേ?" എന്ന് പറഞ്ഞ് പീറ്റർ വലത് കൈ ഇടത് നെഞ്ചോട് ചേർത്ത് വെച്ചു. അഞ്ജുവിനെ തന്നെ അങ്ങനെ നോക്കിയെന്നു. എന്നാൽ അവിടെ നിന്നും തിരിഞ്ഞു നടക്കുമ്പോൾ അഞ്ജുവിൻ്റെ ചുണ്ടിൽ അതിമനോഹരമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അത് വളരെ വിദഗ്ധമായി അവൾ അവനിൽ നിന്നും മറച്ചു പിടിച്ചു. ധ്രുവിൻ്റെ റൂമിൽ ഭിത്തിയോട് ചേർന്ന് കണ്ണുകൾ അടച്ചു നിൽക്കുകയാണ് വൈഗ. അവൾക്കറിയാം തൻ്റെ പ്രാണനാണ് മുന്നിൽ എന്ന്. ധ്രുവ് പതിയെ അവളുടെ മുഖത്തേക്ക് നോക്കി. വൈഗ പതിയെ കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും 2 പേരുടെയും കണ്ണുകൾ തമ്മിൽ കോർത്തു. ധ്രുവ് വൈഗയോടെ പറഞ്ഞു, "ഇങ്ങനെ നോക്കല്ലേ പൊന്നെ, ഞാൻ നിന്നെ എന്തേലുമൊക്കെ ചെയ്യും." അത് കേട്ടതും വൈഗയുടെ മുഖം നാണത്താൽ ചുവന്നു. ധ്രുവ് അവളുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ നിന്നു. "പെണ്ണ് നന്നാവാൻ സമ്മതിക്കില്ല എന്ന് മനസ്സിലായവൻ പറഞ്ഞു. അവൻ അവളുടെ നെറുകയിൽ ഒന്ന് മുത്തി മാറി. "വൈഗ താഴെ, എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ നിന്നാൽ ഇതിവിടെയും കൊണ്ട് തീരില്ല." അതും പറഞ്ഞ് ധ്രുവ് വാതിൽ തുറന്നു. വൈഗ ധ്രുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് താഴേക്ക് നടന്നു. ധ്രുവും റെഡിയായി താഴേക്ക് ചെന്നു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് എബിയും വൈഗയും ധ്രുവും താഴേക്ക് ചെന്നതും പീറ്റർ കാറിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ധ്രുവ് വൈഗയോടെ പറഞ്ഞു, "വൈഗ, ഇത് പീറ്റർ, ആസ് എ ഫാമിലി മെമ്പർ." അത് കേട്ടതും വൈഗ പീറ്ററിനെ നോക്കിയൊന്ന് ചിരിച്ചു. പീറ്റർ തൻ്റെ നിറഞ്ഞു വന്ന കണ്ണുകൾ അവരിൽ നിന്നും മറച്ചു പിടിച്ചു. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. ബാക്ക് ഡോർ തുറക്കാൻ വന്നതാണ് എബി. ധ്രുവ് അവനെ പിടിച്ച് കോ ഡ്രൈവിംഗ് സീറ്റിലായി ഇരുത്തി. എബി, "ഇപ്പോൾ ഇവിടെ ആരാ പടക്കം പൊട്ടിച്ചത്?" എന്നുള്ള എക്സ്പ്രഷൻ ഇട്ട് അങ്ങനെയിരുന്നു. ബാക്ക് ഡോർ തുറന്ന് ധ്രുവും വൈഗയും കയറി. അപ്പോൾ തന്നെ പീറ്റർ കാർ മുന്നിലേക്ക് എടുത്തതും ബാലൻസ് കിട്ടാതെ എബി മുന്നിലേക്കൊന്ന് ആഞ്ഞു. "സീറ്റ് ബെൽറ്റ് ഇടണ്ടേ സാറേ?" എന്നും പറഞ്ഞ് പീറ്റർ എബിയെ ഒന്ന് നോക്കി. "ഈ കാലിൻ്റെ നോട്ടവും സംസാരം അത്ര പന്തിയല്ല. നോ എബി, കീപ് ഡിസ്റ്റൻസ്." അതും ചിന്തിച്ച് എബി നേരെയായിരുന്നു. ബാക്ക് സീറ്റ്. ധ്രുവ് വൈഗയുടെ കൈയുടെ മേൽ കൈ ചേർത്ത് വെച്ചു. വൈഗയുടെ കൈയുമായി കോർത്ത് പിടിച്ചു. വൈഗ ധ്രുവിനെ കൂർപ്പിച്ചു നോക്കി. കൈ വിടുവിക്കാനായി നോക്കി. ധ്രുവ് ചരിഞ്ഞു വന്ന് വൈഗയുടെ ചെവിയിലായി പറഞ്ഞു, "അടങ്ങിയിരുന്ന നിനക്കൊള്ളാം, ഇല്ലേൽ പിടിച്ചു വെച്ച് കിസ് ചെയ്യും ഞാൻ." അത് കേട്ടതും വൈഗ അടങ്ങിയിരുന്നു. പീറ്റർ കാർ ഡ്രൈവ് ചെയ്യുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എബിയെ പാടെ നോക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടെന്നോണം എബി പിന്നീട് വായ തുറന്നില്ല. ഓഫീസിലേക്ക് കയറാൻ തുടങ്ങിയതും വൈഗയുടെ ഫോൺ ബെല്ലടിച്ചു. ധ്രുവ് തിരിഞ്ഞു നോക്കിയതും വൈഗയുടെ മുഖം മാറുന്നതും അവിടെ ഭയം വന്ന് നിറയുന്നതും ധ്രുവ് ശ്രദ്ധിച്ചു. അവിടെ മറ്റ് സ്റ്റാഫുകൾ ഉണ്ടായതുകൊണ്ട് ധ്രുവ് ഒന്നും ചോദിച്ചില്ല. ധ്രുവ് അപ്പോൾ തന്നെ എബിയുടെ ചെവിയിലായി പറഞ്ഞു, "ഡാ, ഇപ്പോൾ അവൾക്കൊരു കോൾ വന്നു. അവളുടെ മുഖം കണ്ടോ നീ? സമാധാനത്തിൽ അകത്ത് കയറിയതിനു ശേഷം ഒന്ന് ചോദിക്കേ, ആരാ എന്താ എന്ന്. ഞാൻ ചോദിച്ചാൽ അവൾ പറയില്ല." അതും പറഞ്ഞ് രണ്ടാളും നേരെ നിന്നു. ആ കോൾ വന്നേ പിന്നെ വൈഗയുടെ മുഖത്തുള്ള പ്രസരിപ്പെല്ലാം എവിടെയോ ഓടി മറഞ്ഞു. ധ്രുവ് അകത്തേക്ക് കയറിയതും ഓഫീസ് സൈലൻ്റായി. എല്ലാ പെൺപിള്ളേരും വായും തുറന്ന് അവനെ തന്നെ നോക്കിയിരിപ്പുണ്ട്. ഇത് കണ്ടതും വൈഗയുടെ മുഖം ചുവന്നു. "കാരണം എന്താണെന്നല്ലേ? തങ്ങളുടെ പുതിയ CEO ഒരു ചുള്ളനാണ്. അതായത് എൻ്റെ ചെക്കൻ. എല്ലാവരും ഏതോ ബ്യൂട്ടി കോമ്പറ്റീഷൻ ഉള്ളതുപോലെ ഒടുക്കത്തെ മേക്കപ്പ് ഇട്ട് വന്ന് ഇരിപ്പുണ്ട്. എല്ലാവരും ധ്രുവിനെ വിഷ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചെറുക്കൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നേയില്ല. അവൻ ഫോണിൽ നോക്കി എല്ലാവരെയും തിരിച്ച് വിഷ് ചെയ്തു." ധ്രുവ് തല ഉയർത്തി എല്ലാവരെയും നോക്കി. എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു, "എവരിവൺ ലിസൺ ടു മീ. ഇതെൻ്റെ ഫ്രണ്ട്, എൻ്റെ പാർട്ട്ണറുമാണ്. അതായത് മിസ്റ്റർ എബിൻ കുര്യൻ. എനിക്ക് ഓഫീസിലുള്ള അതേ സ്ഥാനം തന്നെയാണ് എബിക്കുമുള്ളത്." അതും പറഞ്ഞ് ധ്രുവും എബിയും ക്യാബിനിലേക്ക് കയറി. "ഓഫീസായാൽ ഇങ്ങനെ വേണം മോനെ. ചിഞ്ചു മഞ്ജു എല്ലാം അടിപൊളി." ധ്രുവ് നെഞ്ചിൽ കൈ പിണച്ച് വെച്ച് എബിയെ അടിമുടിയാൻ നോക്കി. "എന്താ മോൻ്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല എന്നുണ്ടോ? നിൻ്റെ പഴയ സ്വഭാവം എടുത്താ മോനെ, നീ എൻ്റെ തനി കോണം കാണും."
എബി ചുണ്ടിൽ സിബിടുന്ന പോലെ ആക്ഷൻ കാണിച്ചു. ഇല്ല, ഇനി ഒന്നിനുമില്ല എന്ന പോലെ. അയ്യോ മോനെ അങ്ങനെ പറയല്ലേ, നിന്നെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്. നെക്സ്റ്റ് വീക്ക് ആമി വരുന്നുണ്ട് ഇവിടെ ജോയിൻ ചെയ്യാൻ. അത് കേട്ടതും എബി ഡാ എന്ന് ഉറക്കെ ഒന്ന് വിളിച്ചു. എബിയുടെ വിളി കേട്ടതും ധ്രുവ് എബിയെ നോക്കി ഒന്ന് പുച്ഛിച്ചു. ഇത് കഷ്ടമാണടാ, വീട്ടിലായാൽ അമ്മയുടെ ഭരണം, ഓഫീസിൽ പപ്പയുടെ പട്ടാളച്ചിട്ട, ഇവിടെ വന്നപ്പോഴോ ഒരേ ഒരു നമ്പൻ എനിക്കിട്ട് പാര വയ്ക്കുന്നു. എബിയുടെ രോദനം കേട്ടതും പൊട്ടി വന്ന ചിരി പുറത്തേക്ക് ചാടി ധ്രുവ് ഉറക്കെ ചിരിച്ചു. അഹാഹഹ, ചിരിക്കടാ നീ. എന്നാലേ കുറച്ചു മുന്നേ പറഞ്ഞ കാര്യം നീ അതൊന്ന് മറന്നേക്ക്. പറയില്ലട തെണ്ടി. അതും പറഞ്ഞ് എബി പിണങ്ങുന്ന പോലെ കാണിച്ചു. ധ്രുവ് ഫോണെടുത്ത് ഞാൻ ആമിയുടെ കാര്യം നിൻ്റെ പപ്പയെ അറിയിക്കട്ടെ. അത് പറഞ്ഞതും എബി ചാടി എണീറ്റ് ധ്രുവിൻ്റെ നേരെ ചെന്നു. നീ കുറേ നാളായി ഇതും പറഞ്ഞിന്. നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ധ്രുവിൻ്റെ ഒരു നോട്ടത്തിൽ അവൻ നല്ല കുട്ടിയായി ചേറില്ലായിരുന്നു. നീ വിചാരിക്കുന്ന പോലെ അവനല്ലടാ വിളിച്ചത്. 2 കൈയും കാലും അടിച്ചൊഴിച്ചിട്ടേക്കുന്ന അവനെങ്ങനെയാണ് വിളിക്കുന്നത്? അല്ല പിന്നെ. അതും പറഞ്ഞ് എബി ധ്രുവിനെ നോക്കിയൊന്ന് പുച്ഛിച്ചു. പിന്നെ വിളിച്ചത് ആരാ എന്താ എന്ന് അത് അവൾ തന്നെ ഇവിടെ വന്ന് പറയും. അത് കേട്ടതും ധ്രുവിൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. ക്യാബിനിലിരിക്കുമ്പോഴാണ് അമ്മായി പറഞ്ഞ കാര്യങ്ങളിൽ മനസ്സിലേക്ക് കയറി വന്നതും വൈഗ ആ കാര്യങ്ങളിൽ കുരുങ്ങി അങ്ങനെ കിടന്നു. വൈഗ അമ്മായിയുടെ ദേഷ്യവും പ്രാക്കും. അമ്മായി പറഞ്ഞത് സത്യമല്ലേ? ഞാനെന്താ ഹോസ്പിറ്റലിൽ പോകാതിരുന്നത്? പാവം വൈഭവ് ചേട്ടൻ എന്ത് കരുതി കാണും? എന്തും വരട്ടെ എന്ന് കരുതി വൈഗ ധ്രുവിൻ്റെ ക്യാബിനിലേക്ക് നടന്നു. നോക്ക് ചെയ്ത് അകത്ത് കയറി. ധ്രുവിനോടായി പറഞ്ഞു, സാർ എനിക്കൊരു ഹാഫ് ഡേ ലീവ് വേണം. ധ്രുവ് സംശയഭാവത്തിൽ അവളെ നോക്കി. എബി ചോദിച്ചു, എന്തിനാ മോളെ? അത് ഹോസ്പിറ്റലിൽ പോവാൻ, വൈഭവ് ചേട്ടൻ്റെ അടുത്തേക്ക്.